കിച്ചണിന്റെ ഒരു സാങ്കേതിക വശങ്ങൾ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയല്ല, അത് നമ്മൾ ശ്രദ്ധിച്ച കാര്യം. എല്ലാവരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട്, ഓരോരുത്തരുടെ ആവശ്യങ്ങളും ആയതുകൊണ്ട് അവരവർക്ക് വേണ്ട കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ, അത് പൊതുവെ എല്ലാവർക്കും ഉപയോഗപ്രദമാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് മോഡുലാർ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മോഡേൺ കിച്ചൺ എന്ന് പറയാം. മോഡുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം പാർട്സ് ആയിട്ട് കമ്പനിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മോഡലാണ്. നമുക്ക് അതേപോലെ ഊരിയെടുക്കാനും പറ്റും എന്തെങ്കിലും ആവശ്യത്തിന്, അല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നുമ്പോൾ. പക്ഷെ നമ്മൾ മോഡുലാർ കിച്ചൺ അല്ല ചെയ്തിട്ടുള്ളത്, നമ്മളൊരു മോഡേൺ കിച്ചൺ എന്നാണ് ചെയ്തിട്ടുള്ളത്. അതൊരു മോഡുലാറിന്റെ ഇവിടെ ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇത്, അതായത് മൊത്തം ഷെൽഫുകളും കാര്യങ്ങളെല്ലാം ഇവിടെ അടിച്ചുണ്ടാക്കി ഫിക്സ് ചെയ്തിട്ട് പിന്നെ അതിന്റെ പോളിഷിങ്ങും ബാക്കി കാര്യങ്ങളും ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ബോർഡുകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കിച്ചൺ ആവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നനവ് ഉണ്ടാവും. നമ്മള് പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കി വെക്കാച്ച കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും ഉണക്കി വെക്കാൻ പറ്റിക്കൊള്ളാം. കിച്ചൺ ആയി കഴിഞ്ഞാൽ നനവ് ഉണ്ടാവും. അപ്പൊ ഈ നനവ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബോർഡ് വേണം എപ്പോഴും സെലക്ട് ചെയ്യാൻ. അതിപ്പോ നമ്മൾ പ്ലൈവുഡ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മറൈൻ പ്ലൈസ് ഒരു ചില പ്രത്യേക ഗ്രേഡുകൾ ഉണ്ട്, അത് ഉപയോഗിക്കണം. പക്ഷെ ഇപ്പൊ പ്ലൈവുഡ് ആരും എടുക്കുന്നില്ല. എല്ലാവരും ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈബർ ബോർഡോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് WPC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ്, അതായത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്.